Hello. Let a equal to 1, 2, 3, etc. 10 and b is equal to m by n such that m, n belongs to a, m less than n and GCD of m, n equal to 1, then n of b is equal to n of b, number of elements in set b. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ എ എന്ന് പറഞ്ഞ സെറ്റ് വന്നിട്ടുണ്ട്. 1 മുതൽ 10 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സാണ് എ എന്ന സെറ്റിലുള്ളത്. ഇനി ബി എന്ന് പറയുന്ന സെറ്റ് ഇവിടെ തന്നിരിക്കുന്ന നോക്കിയേ, എം ബൈ എൻ. അപ്പം എം ബൈ എൻ അല്ലേ, ഫ്രാക്ഷൻ ആണ് നമ്മുടെ ബി എന്ന് പറയുന്ന സെറ്റിലുള്ളത്. എം ബൈ എൻ ഈ ഒരു ഫോമിലുള്ള എലമെന്റുകളാണ് നമ്മുടെ സെറ്റ് ബിയിലുള്ളത്. ഒന്ന് എഴുതിക്കേ, എം ബൈ എൻ. എമ്മും എന്നും എം കോമ എൻ ബിലോങ്സ് ടു എ. ഈ എമ്മും എന്നും എന്തായിരിക്കണം, എ എന്ന അല്ലെ ഈ സെറ്റിൽ നിന്നായിരിക്കണം എമ്മും എന്നും. എം ലെസ് ദാൻ എൻ, എം എന്നിനേക്കാൾ ചെറുതായിരിക്കണം. എം ലെസ് ദാൻ എൻ. പിന്നെ ഒരു കണ്ടീഷനും കൂടി പറഞ്ഞിട്ടുണ്ട്, GCD ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് എം കോമ എൻ ഈക്വൽ ടു 1. ഈ 4 കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് നമുക്ക് ബി എന്ന് പറയുന്ന സെറ്റ് എഴുതേണ്ടത്. വെറുതെ ഒന്നും നമുക്ക് എന്താണ് ബി എന്ന് പറയുന്ന സെറ്റ് എഴുതാൻ പറ്റത്തില്ല. ഈ 4 കണ്ടീഷനും ഒരുമിച്ച് എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് ഓരോ കണ്ടീഷൻ എടുത്തിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ബി എന്ന് പറയുന്ന സെറ്റ് എഴുതാം. ഫസ്റ്റ് നമുക്കറിയാം എമ്മും എന്നും എന്തായിരിക്കണം, എ എന്ന് പറയുന്ന അല്ലെ എമ്മും എന്നും സെറ്റ് എയിൽ നിന്നായിരിക്കണം. 1 മുതൽ 10 വരെയുള്ള വാല്യൂസ് ആയിരിക്കും നമുക്ക് എമ്മിനും എന്നിനും വേണ്ടി എടുക്കാൻ പറ്റുന്നത്. പിന്നെ എന്തായിരിക്കണം, എം ലെസ് ദാൻ എൻ ആയിരിക്കണം. അപ്പം നമുക്കിവിടെ എൻ എഴുതാം, ഇവിടെ ഞാൻ എം എഴുതാം. എൻ ആണ് ഇവിടെ വലുത്, എം എന്താണ്, ചെറുതാണ് അല്ലേ. എം ലെസ് ദാൻ എൻ എന്ന് പറഞ്ഞാൽ എൻ ആണ് വലുത്, എം ചെറുതാണ്. അപ്പം നമുക്കിവിടെ 1 എടുക്കാൻ പറ്റത്തില്ല. 1 എടുത്താൽ എം എന്തായിരിക്കണം, 1നേക്കാൾ ചെറുത് 0 ആയിരിക്കണം. 0 എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞ ഈ സെറ്റിൽ ഇല്ല. അപ്പോൾ എന്ന് നമുക്ക് 2 എടുക്കാം. 2 എടുത്താൽ എം ഇവിടെ 1 ആകും. നമ്മൾ ഒരു കാര്യം കൂടെ ചെക്ക് ചെയ്യുക, GCD ഓഫ് എം കോമ എൻ എന്ന് വെച്ചാൽ GCD ഓഫ് 1, 2 ഇവിടെ നോക്കിയേ, 1ന്റെയും 2ന്റെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഇവിടെ എന്താണ്, 1 ആണ്. GCD ഓഫ് 1, 2 എന്താണ്, 1 ആണ്. ഓക്കെ, അപ്പോൾ പ്രശ്നമില്ല. ഇനി നമുക്കിവിടെ 3 എടുക്കാം. 3 എടുത്താൽ എം ആരൊക്കെ വരും ഇവിടെ, 1 വരാം, 2 വരാം അല്ലേ. 3നേക്കാൾ ചെറുത് 1ഉം 2ഉം ആണ്. നമ്മളൊന്നും കൂടെ നോക്കണം, GCDയും കൂടെ ചെക്ക് ചെയ്യണം. 1ന്റെയും 3ന്റെയും GCD എന്താണ്, 1 ആണ്. 2ന്റെയും 3ന്റെയും GCD എന്താണ്, 1 ആണ്. അപ്പോൾ പ്രശ്നമില്ല. അടുത്ത നമുക്ക് 4 എടുക്കാം. 4 എടുത്താൽ 4നേക്കാൾ ചെറുത് ആരൊക്കെയുണ്ട്, 1, 2, 3 ഉണ്ട്. 1 ഓക്കെ, പ്രശ്നമില്ല. നമുക്കിവിടെ 2 എഴുതാൻ പറ്റത്തില്ല, 3 എഴുതാൻ പറ്റും. എന്താണ് ഞാൻ 2 എഴുതാനത്, 2 എഴുതിയാൽ എന്താണ്, 4ന്റെയും 2ന്റെയും GCD എന്താണ്, 1 അല്ല. 4ന്റെയും 2ന്റെയും GCD നോക്കിയേ, 4ന്റെയും 2ന്റെയും GCD, 2ന്റെയും 4ന്റെയും GCD എത്രയാണെന്ന് അറിയാമോ. 2ന്റെയും 4ന്റെയും GCD എന്ന് പറഞ്ഞാൽ 2 ആണ്. ഈ 2 നമ്പറിനെ നമുക്ക് 2 കൊണ്ടാണ് ഗ്രേറ്റർ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പം GCD ഇവിടെ വരും, 2 വരുന്നതുകൊണ്ട് നമുക്കിവിടെ എമ്മിന് 2 എന്ന് പറഞ്ഞെടുക്കാൻ പറ്റത്തില്ല. അടുത്ത നമ്മളിവിടെ 5 എടുത്താൽ ഇവിടെ 1 എടുക്കാം, 2 എടുക്കാം, 3 എടുക്കാം, 4 എടുക്കാം. ഓക്കെ, GCD എന്താണ്, 1 തന്നെയാണ്. ഇവിടെ നമ്മൾ 6 എടുത്താൽ ഇവിടെ 1 എടുക്കാം, പ്രശ്നമില്ല. 2 പറ്റത്തില്ല, കാരണം 2ന്റെയും 6ന്റെയും GCD എത്രയാണെന്ന് അറിയാമോ. GCD എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ആണ്, 1 അല്ല. അതുകൊണ്ട് നമുക്കിവിടെ 2 എടുക്കാൻ പറ്റത്തില്ല. 3യും പറ്റില്ല, കാരണം എന്താണ്,
3ൻ്റെയും 6ൻ്റെയും GCD എന്ത് വരും ഇവിടെ? GCD 3 ആണ്. ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ 3 ആണ്, 1 അല്ല. അപ്പം നമുക്ക് 3 എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ അപ്പം നമ്മളിവിടെ എടുക്കാൻ പറ്റുന്നത് 4 എടുക്കാൻ പറ്റത്തില്ല, 5 പറ്റും. ഇവിടെ നമ്മൾ 7 എടുത്താൽ GCD എന്താണെന്ന് ക്ലിയർ ആയല്ലോ. അപ്പം നമുക്ക് ഇനി എന്താണ്? എന്നും എമ്മും പെട്ടെന്ന് അങ്ങ് എഴുതി പോകാം. 7 എടുത്താൽ ഇവിടെ 1 പറ്റും, 2 പറ്റും, 3 പറ്റും, 4 പറ്റും, 5 പറ്റും, 6 പറ്റും. ഇവിടെ 8 എടുത്താൽ 1, 2 പറ്റില്ല, 3 പറ്റും, 4 പറ്റില്ല, 5, അടുത്തത് 7. 9 വന്നാൽ ഇവിടെ 1, 2, 4, 5, 7, 8. 10 എടുത്താൽ ഇവിടെ 1, 3, 7, പിന്നെ എന്ത് പറ്റും? 8 പറ്റില്ല, 9. അപ്പം ഇത്രയും ആൾക്കാരാണ് നമ്മുടെ എന്നും എമ്മും വരുന്നത്. ഇനി നോക്കിയാൽ ഇനി നമുക്ക് എന്താണ്? ബി എന്ന് പറയുന്ന സെറ്റ് എഴുതാം. ബി ഈസ് ഈക്വൽ ടു, ഞാൻ എല്ലാം എഴുതുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെ വരുമെന്ന്. ബി എന്ന് പറയുന്ന സെറ്റിൽ m/n അല്ലെ, ഈ ഒരു ഫോമിലുള്ള എലമെന്റുകളാണ് നമ്മുടെ ബി എന്ന് പറയുന്ന സെറ്റിലുള്ളത്. എഴുതിക്കേ, m/n 1/2, അടുത്തത് 1/3, അടുത്തത് 2/3, അടുത്തത് 1/4, അത് കഴിഞ്ഞ് 3/4. അങ്ങനെ എഴുതി 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 നമുക്ക് ലാസ്റ്റ് എവിടം വരെ എഴുതാം? 7/10, അടുത്തത് 9/10. ഇങ്ങനെയാണ് നമ്മുടെ ബി എന്ന സെറ്റ് വരുന്നത്. ഇതിൽ എത്ര ആൾക്കാർ കാണും ഇവിടെ? സിമ്പിൾ ഇത്രയേ ഉള്ളൂ. ഇവിടെ 1, ഇവിടെ ഒരു നമ്പർ ഉണ്ട്, ഇവിടെ 2 നമ്പർ, ഇവിടെ 2, ഇവിടെ 4, 2, 6, 4, 6, 4. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് ബി എന്ന സെറ്റ് കിട്ടത്തില്ലേ? ബി എന്ന സെറ്റിലെ നമ്പർ ഓഫ് എലമെന്റ്സ് കിട്ടത്തില്ലേ? ഇവിടെ നമ്മൾ 6, 10, 20, 30, 31. അപ്പം n ഓഫ് ബി, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സെറ്റ് ബി ഈക്വൽ ടു 31. 31 എലമെന്റുകളാണ് നമ്മുടെ സെറ്റ് ബിയിലുള്ളത്. ഓക്കെ അല്ലേ?